മോണിഷോർ ഇനി അതിഥിയുടെ വിശേഷത്തിലേക്ക് പോകാം. എല്ലാവരിലും എല്ലാ കാലവും അത്ഭുതമുളവാക്കുന്ന ഒന്നാണ് മാജിക്. നിരവധി റെക്കോർഡുകൾ ഇതിനോടൊപ്പം തന്നെ സ്വന്തം പേരിലാക്കുകയും മാജിക്കിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത ടിജോ വർഗീസാണ് ഇന്നത്തെ അതിഥി. തിരുവല്ല സ്വദേശിയായ ഇദ്ദേഹം നമുക്കായി ചില അത്ഭുത പ്രകടന കാഴ്ചകളും പങ്കുവയ്ക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായുള്ളത് വളരെ വ്യത്യസ്തനായ ഒരാളാണ്. തിരുവല്ല സ്വദേശി ടിജോ. അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്നത് മാജിക്കാണ്. മാജിക്കിൽ ഡോക്ടറേറ്റ് എടുത്ത അപൂർവം ചില ആളുകളിൽ ഒരാളാണ് അദ്ദേഹം. ഇന്ന് മോർണിംഗ് ഷോയിൽ നമ്മളോടൊപ്പം അതിഥിയായിട്ടുണ്ട്. ശ്രീ ടിജോ, സ്വാഗതം. വെൽക്കം ടു മോർണിംഗ് ഷോ. താങ്ക് യു സോ മച്ച്. എങ്ങനെയായിരുന്നു മാജിക്കിലോട്ടുള്ള അല്ലെങ്കിൽ മാജിക്കിൽ നിന്ന് ഡോക്ടറേറ്റിലോട്ടുള്ള ഒരു യാത്രാ സഞ്ചാരം? ഞാൻ ഇത് മാജിക് എന്ന് പറയുന്നത് കൊച്ചിലെ തൊട്ടേ പഠിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഞാൻ ആക്ച്വലി തുടങ്ങിയതെന്ന് പറയുന്നത് കൊച്ചു രീതിയിലാണ് മാജിക് തുടങ്ങിയത്. ഈ മാജിക്കിന് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു സ്കൂൾ പരിപാടിയിൽ ഒരു പ്രൈവറ്റ് മജീഷ്യൻ വന്നിട്ട് അവിടെ പെർഫോം ചെയ്തു. അദ്ദേഹം ഒരു പെർഫോം ചെയ്തായിരുന്നു അവിടെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഷോ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി ചോദിച്ചായിരുന്നു പ്രൈവറ്റ് മജീഷ്യനോട്, എനിക്ക് മാജിക് പഠിപ്പിച്ച് തരാൻ പറ്റുമോ? അപ്പം അദ്ദേഹം തള്ളിക്കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനോട് ഫോഴ്സ് ചെയ്തിട്ട്, അപ്പം അച്ഛൻ ഒരു മജീഷ്യനെ കണ്ടെത്തി. ആ മജീഷ്യനായിരുന്നു ഇതുവരെയുള്ള എൻ്റെ ഒരു ഹെൽപ്പ്, മാജിക് ജോൺസൺ. ഈസ് എ മെൻറ്റർ. ശരിക്കും മാജിക് ഇന്നും പലർക്കും അത്ഭുതമാണ്. എന്താണ് ശരിക്കും മാജിക്കിലൂടെ സംഭവിക്കുന്നത്? മാജിക് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആർട്ടാണ്, പക്ഷേ വെൽ വേഴ്സ്ഡ് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. വിത്തിൻ എ സെക്കൻഡ്സ് ആ മാജിക് സംഭവിക്കണം. മാജിക്കിൽ ഡോക്ടറേറ്റ് എടുക്കുക, അത് കേൾക്കുമ്പോൾ തന്നെ വളരെ കൗതുകമുണ്ട്. പലർക്കും ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കും മാജിക്കിലും ഡോക്ടറേറ്റ് എടുക്കാമെന്ന്. എങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ആക്ച്വലി ഈ മാജിക്കിൽ ഡോക്ടറേറ്റ് എടുത്തതെന്ന് പറയുന്നത്, ഞാൻ ഈ പല റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഞാൻ ഈ റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കിയത്. ഐ വാസ് തിങ്കിങ് ഫോർ ദി ബ്ലൈൻഡ് ഫോൾഡ് ആക്ട്. അപ്പം കണ്ണ് കെട്ടിക്കൊണ്ടുള്ള ഒരു പെർഫോമൻസ് 1 മണിക്കൂർ ചെയ്യാം അങ്ങനെ പറഞ്ഞ് പ്ലാൻ ചെയ്ത്, അത് യൂണിവേഴ്സൽ റെക്കോർഡ്സ് ഫോറം അതിനകത്ത് രജിസ്റ്റർ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ബ്ലൈൻഡ് ഫോൾഡ് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു റിസർച്ച് ചെയ്യണം. ഈ ബ്ലൈൻഡ് ഫോൾഡ് മാജിക് ഇതുവരെ ആരും റിസർച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ ഈ റിസർച്ച് ചെയ്തത്. എന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട അവാർഡുകളും റെക്കോർഡുകളും ഒന്ന് പറയാം? പ്രധാനപ്പെട്ട അവാർഡ് എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സൽ റെക്കോർഡ്സ് ഫോറമിലെ 1 മണിക്കൂർ ചെയ്തിട്ടുണ്ട്, പിന്നെ 2.5 മണിക്കൂർ ചെയ്തിട്ടുണ്ട്, പിന്നെ അതങ്ങനെ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് പോയി 3 മണിക്കൂർ, പിന്നെ 4.5 മണിക്കൂറായി. യൂണിവേഴ്സൽ റെക്കോർഡ്സ് ഫോറമിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ചെയ്തിട്ടുണ്ട്, വേൾഡ് റെക്കോർഡ്സ് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്, ഭാരത് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പലതും ഒരു നിയർലി 35 വേൾഡ് റെക്കോർഡ്, നാഷണൽ ആൻഡ് ഏഷ്യ ഓൾ ടുഗെദർ ഒരു 35 റെക്കോർഡുണ്ട്. ജാദു സിറോമണി അവാർഡ് എന്ന് പറഞ്ഞ ഒരു ബെസ്റ്റ് അച്ചീവ്മെന്റ് ഫോർ ദ ബെസ്റ്റ് അച്ചീവ്മെന്റ് ഹോണർ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഭാരത് കലാശ്രീ കിട്ടിയിട്ടുണ്ട്, കലാശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2017 2018 ടോപ്പ് ടാലന്റ് എടുത്തിട്ടുണ്ട്. URFന്റെ യൂണിവേഴ്സൽ റെക്കോർഡ്സ് ഫോറത്തിന്റെ ടോപ്പ് ടാലന്റ് അവാർഡ് എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു മാജിക് ചെയ്ത് കാണിക്കണം. ഞാൻ പലപ്പോഴും ഒത്തിരി മെന്റലിസം ട്രിക്സ് ആണ് കാണിക്കാറുള്ളത്. ഞാനിപ്പോൾ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു നട്ട് ബോൾട്ടും ആണ്. ഓക്കെ, ഇത് നട്ട് ബോൾട്ടാണ്. ഞാൻ ആക്ച്വലി എനിക്ക് നോക്കാം. എൻ്റെ വീട്ടിൽ എനിക്കൊരു കമ്പനി ഉണ്ട്, ഒരു കൺസേൺ ഉണ്ട്, ഈ മോട്ടറിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ്. ഞാൻ അവിടെ നിന്ന് ഒരു ബോൾട്ട് എടുത്തുകൊണ്ട് വന്നു. ഇവിടെ പരിപാടിയാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ബോൾട്ടും നട്ടും കൂടെ എടുത്തുകൊണ്ട് വന്നു. അത് നിങ്ങൾക്ക് എല്ലാം ഊരി നോക്കാം. സ്ക്രൂ ചെയ്യുന്ന ആ ബോൾട്ട് ഊരിക്കോ. ഓക്കെ, നമ്മൾ ഓഡിയൻസിനെ കാണിച്ചു കൊടുക്കാം പ്ലീസ്. അതൊന്ന് ടൈറ്റ് ചെയ്യൂ. ഇപ്പം ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, താങ്കൾ എങ്ങനെയാ ടൈറ്റ് ചെയ്തത്? ഞാൻ ലെഫ്റ്റ് റൈറ്റ് ആണോ? കൈ കൊണ്ടാണോ ടൈറ്റ് ചെയ്തത്? അതെ, കൈ കൊണ്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതേപോലെ നമുക്ക് ഊരുകയും ഇതൊക്കെ ചെയ്യാം. അത് ഡീറ്റെയിൽ വെരിഫൈ ചെയ്യാം. അതിൽ ഏതെങ്കിലും ഉണ്ടോ
ടൈറ്റ് ആക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ മാക്സിമം ടൈം താങ്കൾക്ക് തന്നിരിക്കുന്നു ചെക്ക് ചെയ്യാനായിട്ട്. മെജീഷ്യന് ഒരു പവറുണ്ട്, സൈക്കോകൈനസിസ് എന്ന് പറയും. ഈ സൈക്കോകൈനസിസ് വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഓബ്ജക്റ്റ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം സാർ ഈ നട്ട് കണ്ടു ഇല്ലേ, ഇത് ചെക്ക് ചെയ്തു ഇല്ലേ. ഇപ്പം നമ്മൾ ഈ നട്ട് കെയർഫുൾ ആയിട്ട് നോക്കുക, റൈറ്റ്? ഇപ്പം എൻ്റെ ഈ ഐ പവർ വെച്ചോണ്ട്, സൈക്കോകൈനസിസ് പവർ വെച്ചോണ്ട് ഞാൻ എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് വാച്ച്. ഓക്കെ ഓഡിയൻസിന്റെ ഐ പവറും ഇങ്ങോട്ട് വേണം. ഡോണ്ട് മിസ് ഇറ്റ്. ഓക്കെ സാർ, എൻ്റെ കൈ ഒന്ന് ടച്ച് ചെയ്യാമോ? നമുക്ക് അടുത്ത മാജിക്കിലോട്ട് പോവാം. സാറിൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ സാറിൻ്റെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ സാറിന് കൂടുതൽ അടുപ്പമുള്ള ആരേലും, എങ്ങനെ പറയാം, നമ്മളെ വിട്ടുമാറിയിട്ടുണ്ടോ? യെസ്, വിട്ടുമാറിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പേര് മനസ്സിൽ ഓർക്കുക. ഓക്കെ, അവരുടെ പേര് മനസ്സിൽ ഓർക്കുക. അവരെ ഓർത്തോണ്ട്, അവരെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരു മെഴുകുതിരി കത്തിക്കുന്ന പോലെ ഒരു ഫീൽ കൊണ്ടുവരുത്തുക. ഓക്കെ ഓക്കെ അദ്ദേഹം ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം റീസെൻ്റ് ആയിട്ടാണോ അദ്ദേഹം നമ്മളെ വിട്ടു പോയത്? അതെ, റീസെൻ്റ് ആയിട്ട് ഒരു നിയർലി ഒരു 2 months. അതെ. ഓക്കെ, സോ സോറി. അദ്ദേഹം ഭയങ്കര ഒരു ക്ലോസ് ആയിരുന്നു ഇല്ലേ? സാറിൻ്റെ കൂടെ ഭയങ്കര ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. അത് ആരാന്ന് പറയാൻ പറ്റുമോ? എൻ്റെ കസിൻ ബ്രദറാണ്. കസിൻ ബ്രദറാണ്. ഓക്കെ ഓക്കെ അവരെ മനസ്സിൽ ഓർക്കുക. 3 പ്രാവശ്യം കൊണ്ടുവരിക. ആ പേര് മനസ്സിൽ 3 പ്രാവശ്യം കൊണ്ടുവരിക. ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേര് ഗിരീഷ് ആണോ? അതെ. ആണോ? ഇതാണ് ദിസ് ഇസ് അനദർ കൈൻഡ് ഓഫ് മെന്റലിസം. സോറി, ബുദ്ധിമുട്ടിയോ? ഇല്ല, കുഴപ്പമില്ല. സങ്കടമേറിയ കാര്യം. ഇല്ലില്ല, അങ്ങനെ മൈൻഡ് ഡിസ്റ്റർബ് ഒന്നും ആയില്ല. അപ്പം അങ്ങനെ ഇനി അഥവാ ആയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ വേറെ ഈ മാജിക്കുകൾ ഉണ്ടായിരിക്കുമല്ലോ, കാണിക്കാമല്ലോ. യെസ്. അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. പെട്ടെന്ന് ഒരു മൈൻഡിൽ വരുന്നത് ഒരു സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റി ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 1000 കോടിക്കണക്കിന് സെലിബ്രിറ്റീസ് നമുക്ക് പേരറിയാം ഇല്ലേ? ഞാൻ ടൈം തരാം. പെട്ടെന്ന് സെലിബ്രിറ്റീസിൻ്റെ പേര് മനസ്സിൽ ഓർക്കുക. ഓർത്തു ഇല്ലേ? ഇപ്പം ഒരു ഫെമിലിയർ സെലിബ്രിറ്റീസിൻ്റെ ലിസ്റ്റ് താങ്കളുടെ കയ്യിലുണ്ട്. ഇപ്പം ഒരു പേരാണ് ഓർത്തത്, ഇല്ല 2 പേരാണ് ഓർത്തത്? ഒരു പേരാണ് ഓർത്തത്. ഒരു പേരാണ് ഓർത്തത്. ഓക്കെ, മനസ്സിൽ കൊണ്ടുവരിക. ഇല്ല, കൊണ്ടുവരിക. അഗൈൻ ദിസ് വാച്ച്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ടോം ക്രൂസ് ആണോ? അതെല്ലോ. താങ്ക് യു സോ മച്ച് ഓഡിയൻസ്. സോ ഇതും ഒരു കൈൻഡ് ഓഫ് മൈൻഡ് റീഡിംഗ് ആണ്. ശരിക്കും എങ്ങനെയുണ്ട് ഒരു ഫാമിലി സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ? യെസ്, കൊച്ചിലെ തൊട്ടേ അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടാണ്. ഈ മാജിക്കിലൂടെ വരാനായിട്ട് നല്ല സപ്പോർട്ടാണ്. പിന്നെ വൈഫും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എത്ര ഷോസ് ഇതുവരെ ചെയ്തിട്ടുണ്ടാവും? 10,000 ഷോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും സമയം ഞങ്ങളോട് ചിലവഴിക്കാൻ കാണിച്ച ആ ഒരു മനസ്സിനും സ്നേഹത്തിനുമൊക്കെ മീഡിയ വണ്ണിൻ്റെതായിട്ടുള്ള പ്രേക്ഷകരുടേതായിട്ടുള്ള വലിയ നന്ദി പറയുന്നതിന് മുൻപ് ഒരു ചെറിയ മാജിക് കൂടെ കാണിക്കണം. അതാണ് ഒരു ട്വിസ്റ്റ് ഇല്ലേ? വലിയൊരു ട്വിസ്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനു മുന്നേ ഞാനൊരു പ്രിഡിക്ഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. യെസ്, ഞാനിപ്പോൾ ഇവിടെ പ്രിഡിക്ഷൻ ഒരു പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സാധനം ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഞാനിപ്പം ഓഡിയൻസിനടുത്ത് കാണിക്കുന്നില്ല. ഇതിങ്ങനെ പിടിച്ചോളാമോ സാർ? ഏതായാലും നമുക്കിപ്പോൾ പ്രോഗ്രാം എൻഡിങ് ആകാൻ പോവാണ്. അപ്പം കുറച്ച് ഒരു ക്ഷീണമായോ? കുറച്ച് ക്ഷീണമൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ,
അപ്പം താങ്കളുടെ മനസ്സിൽ ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സിൻ്റെ പേര്, പല കൂൾ ഡ്രിങ്ക്സിൻ്റെ പേരുണ്ടല്ലോ, ഇപ്പോൾ പെപ്സി, കോക്കക്കോള, ഇതുപോലത്തെ പല കൂൾ ഡ്രിങ്ക്സിൻ്റെ പേര് ഏതെങ്കിലും മനസ്സിൽ ഓർക്കുക. ഓർത്തു. പെട്ടെന്നാണ് ഓർത്ത്. അതെ. ഭയങ്കര സ്പീഡാണ് കേട്ടോ. ആദ്യമേ 1-2 മെന്റലിസം വിട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഭയങ്കര ഒരു സ്പീഡാണ്. ക്യാപ്പബിലിറ്റി വന്നു. ഏതാ? റിമെമ്പറൻസിന്റെ ക്യാപ്പബിലിറ്റി വന്നു. ഇപ്പം ഞാൻ ഇത് പിടിച്ചോളാം. ഓക്കെ, ജസ്റ്റ് ഇത് ഇപ്പം ക്യാമറയുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഓക്കെ, 1 2 3 അത് മനസ്സിൽ കൊണ്ടുവരിക. വെളി പറയല്ലേ, ആ ഡ്രിങ്ക് വെളി പറയല്ലേ. ഓക്കെ, ഓക്കെ, ഇത് empty ഗ്ലാസ് ആണ്. ഓക്കെ, ഇത് പിടിച്ചോളാമോ? ഓക്കെ, അറ്റ് ലാസ്റ്റ് കുടിക്കണം കേട്ടോ. ഓക്കെ, താങ്കൾ വിചാരിച്ചത് മൈൻഡിൽ ഞാൻ എടുക്കാൻ പോവുകയാണ്. ഇതാണോ വിചാരിച്ചത്? അയ്യോ സോറി, ഞാൻ വിചാരിച്ചത് അതല്ല. സ്പ്രൈറ്റ് അല്ല ഞാൻ വിചാരിച്ചത്. ഞാൻ വിചാരിച്ചത് ഫ്രൂട്ടിയാണ് വിചാരിച്ചത്. ഫ്രൂട്ടിയാണോ വിചാരിച്ചത്? ആണോ? അതെ. അയ്യോ, സ്പ്രൈറ്റ് അല്ലേ? ഇത് സ്പ്രൈറ്റ് ആണല്ലോ. ഇതെല്ലാം കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ ഇത് സ്പ്രൈറ്റ്. അങ്ങനെ ആദ്യമായിട്ട് താങ്കളെ ഞാൻ ചെറിയ രീതിയിലെങ്കിലും പരാജയപ്പെടുത്തിയെന്ന് വേണം പറയാം. ഞാൻ വിചാരിച്ചത് ഫ്രൂട്ടിയാണ്. ഫ്രൂട്ടിയാണോ വിചാരിച്ചത്? വീഡിയോ റൺ ആയിക്കോട്ടെ കേട്ടോ, നോ പ്രോബ്ലം. അപ്പം നിങ്ങൾ വിചാരിച്ചത് ഫ്രൂട്ടിയാണോ? ആണോ? അതെ, ഞാൻ വിചാരിച്ചത് ഫ്രൂട്ടിയാണ്. 1 2 3 ഇത് സ്പ്രൈറ്റ് അല്ലേ? നോക്കുക, സീൽഡ് ആണ്. ഓക്കെ, ഇപ്പം ഞാൻ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരികയാണ്. ഇത് നിങ്ങൾ തന്നെ പൊട്ടിക്കൂ. ക്യാമറ വ്യൂ വെച്ചിട്ട് പൊട്ടിക്കൂ. ഓ മൈ ഗോഡ്. ഓക്കെ, പൊട്ടിച്ചു. നിങ്ങൾ എന്താണ് വിചാരിച്ചത്? ഞാൻ വിചാരിച്ചത് ഫ്രൂട്ടിയാണ്. ഫ്രൂട്ടിയാണോ? സ്പ്രൈറ്റാ. ഓ മൈ ഗോഡ്. നിങ്ങൾ വിചാരിച്ചത് എന്താ? വിചാരിച്ചത് ഫ്രൂട്ടി. ഫ്രൂട്ടിയാണോ? ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് പറഞ്ഞേ. ആൾക്കാരെ ഒന്ന് കണ്ടിട്ട് ഒന്ന് കുടിച്ച് നോക്കിക്കേ. ഒന്ന് കുടിച്ചേ. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? എന്താണ് ഫ്രൂട്ടിയാണോ? ഇതിപ്പോൾ ഫ്രൂട്ടി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രൂട്ടി ആയി അല്ലേ? സോ ഇതാണ് അനദർ കൈൻഡ് ഓഫ് ഒരു മെന്റലിസം എന്ന് പറയുന്നത്. താങ്ക്സ് ടു യു ആൾ. എന്തായാലും വളരെയധികം നന്ദി. ഹാപ്പി ന്യൂ ഇയർ. And also thanks to Media One for giving the beautiful opportunity to perform here. വളരെ നന്ദി. And thanks to beautiful comparer Levin. Thank you. Okay. എന്തായാലും കുറേ മാജിക്കുകളും അതുപോലെ തന്നെ അതിൻ്റെ വിശേഷങ്ങളും എല്ലാമാണ് റിജോ പങ്കുവച്ചത്.